ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിവാദപരമായിട്ടുള്ള മറ്റൊരു ബില്ല്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അതുപോലെ തന്നെ വിവാദപരമായിട്ടുള്ളത് ആണവോർജവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ബില്ല്. സത്യത്തിൽ വായിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇന്നലൊക്കെ ഒബ്ജക്റ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. വായിക്കാനുള്ള അവസരം പോലും തരാതെ ന്യൂക്ലിയർ എനർജിയുമായിട്ടുള്ള ബില്ല് അവതരിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നിതാ ഈ 2 ബില്ലുകൾ കൂടി അവതരിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ എന്ന് പറയുന്ന ഈ തൊഴിലുറപ്പ് നിയമവുമായി ബന്ധപ്പെട്ട ബില്ലും, അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ 3 നിയമങ്ങളാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1956, ഇൻഷുറൻസ് ആക്ട് ഓഫ് 1939, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ആക്ട്. ഈ 3 നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നത് ഒറ്റ നിയമത്തിലൂടെയാണ്. അതാണിപ്പോൾ പുതിയ സമീപനം. 3 പുതിയ വളരെ സുപ്രധാനം പ്രത്യേകം നിയമങ്ങൾ കൊണ്ടുവന്ന് പാസ്സാക്കുന്നതിന് പകരം കൺസോളിഡേറ്റ് ചെയ്ത് ഇത് മുഴുവൻ പാസ്സാക്കി എടുക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ബുൾഡോസിങ് ഓഫ് ലെജിസ്ലേഷൻ. നിയമനിർമ്മാണം ബുൾഡോസ് ചെയ്ത് പാസ്സാക്കി എടുക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. എന്നിട്ട് പ്രതിപക്ഷത്തെ കുറ്റം പറയുക, പ്രതിപക്ഷം സഹകരിക്കുന്നില്ല. ഞങ്ങൾ സഹകരിച്ചല്ലോ ഈ സെഷനിൽ. തുടക്കം മുതൽ ഈ സെഷനുമായി സഹകരിക്കുമ്പോഴും കേന്ദ്ര ഗവൺമെൻറ് പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാകുന്നില്ല. ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പെങ്കിലും ബില്ല് അംഗങ്ങൾക്കിടയിൽ സർക്കുലേറ്റ് ചെയ്യണമെന്നുള്ള വ്യക്തമായിട്ടുള്ള വ്യവസ്ഥ, സ്പീക്കറുടെ തന്നെ റൂളിംഗ് അതുമായി ബന്ധപ്പെട്ടുണ്ട്, ഡയറക്ഷൻസ് ഉണ്ട്. ഈ ചട്ടങ്ങൾ പാലിക്കുന്നില്ല, വ്യവസ്ഥകൾ പാലിക്കുന്നില്ല. ഏകപക്ഷീയമായി ദോശ ചുട്ടെടുക്കുന്നത് പോലെ പാർലമെൻറ്റിൽ ബില്ലുകൾ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് പാസ്സാക്കി എടുക്കുക. പാർലമെൻ്ററി സമിതിക്ക് വിടുന്നില്ല. ഒറ്റ ബില്ല് മാത്രമാണ് ഇന്നലെ പാർലമെൻറ്റ് സമിതിക്ക് വിട്ടത്. അതിൻ്റെ ഇടയിൽ ഈ ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ട ബില്ല് കമ്മിറ്റിക്ക് വിടുന്നില്ല. ഇന്ന് ഈ ബില്ലുകളിൽ എന്ത് സമീപനം സ്വീകരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചും വ്യക്തമല്ല. ഇതാണ് ക്ലിയർ കേസ് ഓഫ് ബുൾഡോസിംഗ് ഓഫ് ലെജിസ്ലേഷൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.